കാരണവർ വധക്കേസ് പ്രതി ഷെറിനെ വിട്ടയക്കാൻ ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. നിലവിൽ ഷെറിൻ പരോളിലാണ്. വിവരങ്ങളുമായി ആർ രാജീവ് ഉണ്ട്. രാജീവ്, ഷെറിന്റെ മോചനം അതിൽ ഗവർണർ ഒപ്പുവച്ചിരുന്നു. മോചനം സാധ്യമാണ് എന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. ഇപ്പോൾ വിട്ടയക്കാൻ ആഭ്യന്തര വകുപ്പ് ഉത്തരവും ഇറക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? ഏതായാലും വലിയ വിവാദങ്ങൾക്കൊടുവിലാണ് കാരണവർ വധക്കേസിലെ പ്രതി ഷെറിന് മോചനം ലഭിച്ചിരിക്കുന്നത്. ഇന്ന് ആഭ്യന്തര വകുപ്പ് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ശുപാർശ ഗവർണർക്ക് നൽകുകയും ഗവർണർ അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ജനുവരിയിലാണ് ഷെറിനെ മോചിപ്പിക്കാനുള്ള തീരുമാനം മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടത്. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. പ്രധാനമായും മന്ത്രിസഭയിലെ ഒരു അംഗത്തിൻ്റെ ഇടപെടലാണ് ഷെറിൻ്റെ മോചനത്തിന് വഴിവെക്കുന്നത് എന്നായിരുന്നു ഉയർന്ന ആരോപണം. മാത്രമല്ല, ഈ ഷെറിനുമായി ബന്ധപ്പെട്ട് ജയിലിൽ വലിയ തരത്തിലുള്ള പരാതികൾ നേരത്തെ തന്നെ ഉയരുകയും ചെയ്തിരുന്നു. ഷെറിന് ജയിലിൽ തന്നെ വഴിവിട്ട ബന്ധങ്ങളുണ്ട്, പലതരത്തിലുള്ള സഹായങ്ങൾ ഷെറിന് ലഭിക്കുന്നു എന്ന തരത്തിലുള്ള പരാതികളും വ്യാപകമായി ഉയർന്നിരുന്നു. മാത്രമല്ല, ഷെറിൻ്റെ സഹതടവുകാരി തന്നെ ഇക്കാര്യം ജനം ടിവിയോട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഉന്നത ജയിൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുമായി ഷെറിന് ബന്ധമുണ്ട്, ഷെറിന് അനധികൃതമായി പരോൾ ലഭിക്കുന്നുണ്ട്, അനധികൃതമായി പുറത്തു പോകുന്നുണ്ട് എന്നുൾപ്പെടെയുള്ള വെളിപ്പെടുത്തലുകൾ ഷെറിൻ്റെ സഹതടവുകാരി നടത്തുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം കാരണം ഈ ഉന്നത ജയിൽ ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധവും ഇതിനൊപ്പം മന്ത്രിസഭയിലെ ഒരു അംഗവുമായുള്ള ബന്ധവുമാണ് എന്നായിരുന്നു പ്രധാനമായും ഉയർന്ന ആരോപണം. ഈ ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് ഷെറിൻ ജയിലിൽ വെച്ച് മറ്റൊരു സഹതടവുകാരിയുമായി ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും പിന്നീട് ഇത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഷെറിനെ വിട്ടയക്കാനുള്ള തീരുമാനം മരവിപ്പിക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു. പിന്നീടും ബാഹ്യമായി ഇടപെടൽ ഉണ്ടായി എന്ന പലതരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് വീണ്ടും സർക്കാർ ഈ ശുപാർശ ഗവർണർക്ക് കൈമാറിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണർ ഈ ശുപാർശ അംഗീകരിക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് ഇന്ന് ആഭ്യന്തര വകുപ്പ് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ മാസം 22 വരെ ഷെറിൻ പരോളിലാണ്, അതായത് നിലവിൽ ഷെറിൻ പുറത്താണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉത്തരവ് പുറത്തിറക്കിയ സാഹചര്യത്തിൽ ഷെറിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജയിൽ മോചിതയാകാൻ കഴിയും. 2009 ഷെറിനും കൂട്ടാളികളും ചേർന്ന് ഭർതൃപിതാവിനെ ക്രൂരമായി കൊലപ്പെടുത്തുന്നത്. ആ സംഭവത്തിന് ശേഷം ഷെറിൻ അറസ്റ്റിലാവുകയായിരുന്നു. പിന്നീട് വർഷങ്ങളോളം ഷെറിൻ ജയിലിലായിരുന്നു. ഈ ജയിൽവാസത്തിനിടെയാണ് ഷെറിന് അനധികൃതമായി പരോൾ ഉൾപ്പെടെ ലഭിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങളും തെളിവുകളുമൊക്കെ പുറത്തു വന്നത്. ഏതായാലും ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഷെറിന്റെ മോചനം അംഗീകരിച്ചിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് ഉത്തരവ് ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നു. 14 വർഷത്തെ ശിക്ഷാ കാലയളവാണെങ്കിൽ അതിൽ 500 ദിവസം ഇവർക്ക് പരോൾ ലഭിച്ചു എന്നുള്ളതാണ്. അതായത് ജയിലിലും VIP പരിഗണനയായിരുന്നു. പിന്നെ അധികനാൾ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം വന്നില്ല. എല്ലാം കൊണ്ടും സുഖ ജീവിതമായിരുന്നു ജയിലിൽ. അത്തരത്തിലൊക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ ഈ ഷെറിനുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നിരുന്നതാണ്. എന്തായാലും ഒടുവിൽ ഷെറിൻ മോചിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച്. ഷെറിന്റെ മോചനം എന്നത്തേക്കായിരിക്കും സാധ്യമാവുക? രാഖി, ഏതായാലും ഇന്ന് ആഭ്യന്തര വകുപ്പ് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നു. 22 വരെ ഷെറിൻ പരോളിലാണ്. ഈ ആഭ്യന്തര വകുപ്പ് ഉത്തരവ് പുറത്തിറക്കിയ സാഹചര്യത്തിൽ ഏത് സമയം വേണമെങ്കിലും ഷെറിന് ജയിൽ മോചിതയാകാൻ കഴിയും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജയിൽ മോചിതയാകാൻ ഇനി മറ്റ് തടസ്സങ്ങളില്ല. കാരണം ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് രാഖി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനധികൃതമായി പരോളുകൾ ഉൾപ്പെടെ ലഭിക്കുന്നു എന്ന പരാതികൾ വ്യാപകമായി ഉയർന്നതാണ്. മാത്രമല്ല, മന്ത്രിസഭയിൽ ഒരു അംഗത്തിനെതിരെ പോലും വിമർശനം ഉയർന്നിരുന്നു. ഈ മന്ത്രിസഭാ യോഗത്തിലേക്ക് ഇത് എത്തിച്ചത് ഈ അംഗത്തിൻ്റെ ഇടപെടലാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നതാണ്. മാത്രമല്ല, ഇതിന് ശേഷം മന്ത്രിസഭാ യോഗം ഈ തീരുമാനം കൈക്കൊണ്ടതിന് ശേഷമാണ് ജയിലിൽ വെച്ച് ഒരു സഹതടവുകാരിയുമായി ഷെറിൻ ഏറ്റുമുട്ടുന്നതും അത് വലിയ പ്രശ്നങ്ങൾക്കൊക്കെ വഴിവെക്കുന്നത്. സാധാരണ രീതിയിൽ ഈ പരോൾ അനുവദിച്ചതിന് ശേഷം അല്ലെങ്കിൽ വിട്ടയക്കാനുള്ള തീരുമാനം എടുത്തതിന് ശേഷം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാറുണ്ട്. ഇവിടെ അത്തരം പുനഃപരിശോധനകൾ നടന്നിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഈ ഫയൽ അയക്കുന്നത് സർക്കാർ നീട്ടിക്കൊണ്ടുപോയിരുന്നു. ജനുവരിയിൽ തീരുമാനമെടുത്തതിന് ശേഷവും പിന്നീട് ഈ ഫയൽ ഗവർണർക്ക് അയക്കുന്നത് നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഗവർണർ ഇത് തടയുമോ എന്ന ആശങ്കയായിരുന്നു സംസ്ഥാന സർക്കാരിനുള്ളത്. ഏതായാലും കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ച് തന്നെയാണ് ഷെറിനെ വിട്ടയക്കാനുള്ള ശുപാർശയിൽ ഗവർണർ ഒപ്പിട്ടത്. അതിനുശേഷമാണ് ഈ ഫയൽ തിരിച്ച് സർക്കാരിലേക്ക് എത്തുകയും അതിവേഗം തന്നെ ഷെറിനെ വിട്ടയക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ആഭ്യന്തര സെക്രട്ടറി അല്പസമയം മുമ്പാണ് പുറത്തിറക്കിയിരിക്കുന്നത്. രാജീവ്, കാരണവർ വധക്കേസ് പ്രതി ഷെറിനെ വിട്ടയക്കാൻ ആഭ്യന്തര വകുപ്പ് ഉത്തരവ് ഇറക്കി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വാർത്ത. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ഷെറിൻ പരോളിലാണ് ഉള്ളത്. രാജീവാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്.